ാനുള്ളതല്ല, നിർദ്ദേശിക്കാനുള്ളത്. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിൽ ഈസ്റ്റോ ആര് വേണമെങ്കിലും ആയിക്കൊള്ളാം. ഒരു കാര്യം, ഒരു വേദമെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾ കേൾക്കണം. അതിനകത്ത് ഈശ്വരനെ കുറിച്ചല്ല പറയുന്നത്. അതിനകത്ത് യഹോവയുമില്ല, അള്ളാഹുവുമില്ല, മഹാവിഷ്ണുവും ഇല്ല, ബ്രഹ്മാവും ഇല്ല, കൃഷ്ണനും ഇല്ല, രാമനും ഇല്ല. നന്മകളുടെ ഉപദേശം മാത്രം. നിർഭാഗ്യവശാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. അത് സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മരട് കുണ്ടന്നൂർ തലയോല പറമ്പുകാരുടെയാണ്. അത് വരേണ്യവർഗത്തിൻ്റെയാണ്. വെറുതെ ആലോചിച്ച് നോക്കാം. വേദം എഴുതിയത് ബ്രാഹ്മണരല്ല, ക്ഷത്രിയരാ. വേദത്തെ 4 പകുത്തത് വേദവ്യാസൻ മുക്കുവ വംശത്തിൽ ജനിച്ച ആളാണ്. വേദത്തിൻ്റെ ആചാരങ്ങൾ എഴുതിയത് മഹീദാസ് ഐതരേയൻ ചണ്ടാള വംശത്തിൽ ജനിച്ച ആളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ വേദത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്, ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കമ്പ്യൂട്ടറിലിട്ടോ കാറിലിട്ടോ അല്ലെങ്കിൽ CD പ്ലെയറിലിട്ടോ നിങ്ങൾ കേൾക്കണം. ലോകത്തിൽ ഒരിടത്തുനിന്ന് നിങ്ങൾക്ക് വേദം കിട്ടില്ല. 5 വേദവും അവിടെ ഉണ്ട്. എന്നിട്ടത് കോപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുക്കണം. എത്ര പേർക്ക് അത് കൊടുക്കാൻ സാധിക്കുമോ കൊടുക്കണം. അത് ഈ NSSൻ്റെ കരയോഗത്തിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് എടുക്കണം. ആദ്യം വേദം മനസ്സിലാവില്ല, പിന്നെ വളരെ നന്നായിട്ട് മനസ്സിലാവും. അത് കേൾക്കാനുള്ളൊരു രസം, അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അതിൻ്റെ അർത്ഥം അറിയുമ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അപ്പം മനസ്സിൽ മാറ്റം വരുത്താൻ കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ. 4മത്തേത് ജീവിത സത്യങ്ങൾ. എന്താ ജീവിത സത്യം? ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. ജീവിതത്തിൽ ജനനത്തീയതി ഉണ്ടെങ്കിൽ മരണത്തീയതിയുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്, വരവുണ്ടെങ്കിൽ പോക്കുണ്ട്, ചിരിയുണ്ടെങ്കിൽ കരച്ചിലുണ്ട്, നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ചീത്ത പറയുന്നവരുണ്ട്, അഭിനന്ദിക്കുന്നവരുണ്ടെങ്കിൽ അവഹേളിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. നമ്മൾ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, എന്തെല്ലാം കെട്ടിപ്പടുത്താലും, എന്തെല്ലാം തട്ടിപ്പറിച്ചാലും, ആരിൽ നിന്നെല്ലാം പറ്റിച്ചെടുത്താലും തിരിച്ചു പോകുമ്പോൾ ഈ ശരീരം പോലും നമ്മൾ കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്നല്ല, എല്ലാം ഉണ്ടാക്കുമ്പോഴും നിരന്തരം പ്രവർത്തിക്കുമ്പോഴും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു, അതാണ് ഇമ്പോർട്ടൻ്റ്. ഭാര്യയും ഭർത്താവും ശ്മശാനം വരെ ഉണ്ടാവുള്ളൂ, ബന്ധുക്കളും ശ്മശാനം വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ കർമ്മബലം ഈ ശ്മശാനത്തിന് അപ്പുറത്തേക്കും ഉണ്ടാവും. നമ്മൾ ചെയ്ത കർമ്മബലം സഞ്ചിത കർമ്മബലമായിട്ട് അപ്പുറത്തേക്കും ഉണ്ടാവും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഉത്തിഷ്ഠത. ഉപനിഷത്തുക്കൾ പറയുന്നു, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ധന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ജീവിതത്തിലെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും തളരരുത്. ജാഗ്രത. ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഓർമ്മിക്കുക. ജാഗ്രത. ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഓർമ്മിക്കുക. പ്രാപ്യവരാൻ നിബോധത. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരായി മുന്നോട്ട് പോവുക. അത് ഉപനിഷത്തുക്കൾ പറയുന്നു. അപ്പോൾ ഓർമ്മിക്കുക, 4 വിഷയങ്ങൾ 5 ഗ്രന്ഥങ്ങൾ പറയുന്നു. 4 വിഷയങ്ങൾ 5 തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്താണ് 4 വിഷയങ്ങൾ? കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ. മനസ്സിൽ മാറ്റം വരുത്താൻ 4 വിഷയങ്ങൾ, 5 തരത്തിലുള്ള ഗ്രന്ഥം. എന്താ 5 തരത്തിലുള്ള ഗ്രന്ഥം? ഏറ്റവും താഴെക്കടയിലുള്ളത് പുരാണങ്ങൾ, അതിൻ്റെ മുകളിൽ മഹാഭാരതം, അതിൻ്റെ മുകളിൽ വാൽമീകി രാമായണം. വാൽമീകി രാമായണം എന്ന് തന്നെ പറയണം. അതിൻ്റെ മുകളിൽ വേദങ്ങൾ, അതിൻ്റെ മുകളിൽ ഉപനിഷത്തുക്കൾ. ഉപനിഷത്തിൻ്റെ ലെവലിലെത്തിയാൽ വളരെ സുഖകരമാണ്. എത്താൻ ബുദ്ധിമുട്ടാണ്, എത്താൻ ശ്രമിക്കണ്ട. പക്ഷേ നമുക്ക് ആ പുരാണത്തിൻ്റെ ലെവലിൽ നിന്നുയർന്ന് മഹാഭാരതത്തിൻ്റെയും വാൽമീകി രാമായണത്തിൻ്റെയും വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും ലെവലിലേക്ക്
ആ ലെവലിലുള്ള അറിവുകൾ നേടാൻ സാധിക്കും. ആ ലെവലിലേക്ക് എത്തേണ്ട അറിവുകൾ നേടാൻ സാധിക്കും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മനസ്സിനെ മാറ്റി, ചിന്തകളെ മാറ്റി, കർമ്മത്തെ മാറ്റി, കർമ്മബലത്തെ മാറ്റി, കർമ്മത്തിൻ്റെ പ്രതിഫലത്തെ മാറ്റാൻ ജഗതീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരു 1.5 മണിക്കൂറെങ്കിലും ക്ലാസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തിലൊരിക്കൽ ക്യാൻസർ രോഗം ചികിത്സിച്ചു ഭേദമാക്കിയ ഡോക്ടർ VP ഗംഗാധരൻ സാറ് 100 കണക്കിന് ക്യാൻസർ രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. അവരെയും ഈ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാകാൻ പോകുന്നവരെയും എല്ലാ വർഷവും ഫെബ്രുവരി 1-ാമത്തെ ആഴ്ച, ആദ്യത്തെ ഞായറാഴ്ച ഒരുമിച്ച് ചേർക്കാറുണ്ട്. എറണാകുളത്ത് രാമവർമ്മ ക്ലബിൽ. ഇപ്പം നിർബന്ധമായും ഇന്ന് എന്നോട് അവിടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ അറിയിച്ചിരുന്നു, ബാലകൃഷ്ണൻജിയെയും അറിയിച്ചിരുന്നു. 9:30 മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങിയാൽ 11:15 ആവുമ്പോഴത്തേക്കും 1.25 മണിക്കൂർ പൂർണ്ണമായിട്ടും വിവരിക്കാൻ സാധിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ 450 പേർക്ക് SMS ഞാൻ കൊടുത്തു. അതേപോലെ ഇവിടെ നിന്ന് നോട്ടീസിൽ 9:30 വെച്ചിരിക്കുന്നത്. എല്ലാവരും വരാൻ വൈകി. അത് അവരുടെ തെറ്റാണോ എൻ്റെ തെറ്റാണോ ആരുടെ തെറ്റാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഇന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച്, പക്ഷെ ഞാൻ ബുദ്ധിമുട്ടുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് ഇത്രയും സന്ദേശങ്ങൾ കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. കുറേ പുസ്തകങ്ങളും CD-കളും അവിടെയുണ്ട്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. അത് നിങ്ങൾ വാങ്ങിക്കണമെന്നൊരു നിർബന്ധമില്ല. അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രദേശത്ത് പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ SMS മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കിട്ടാൻ, നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിൽ എഴുതുകയാണെങ്കിൽ, ഇമെയിൽ എഴുതുകയാണെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും. മൊബൈൽ നമ്പർ എഴുതുകയാണെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ടൗണിൽ തൊട്ടടുത്തുള്ള പ്രഭാഷണങ്ങളുടെ ലൊക്കേഷനും സമയവും വിഷയവും നിങ്ങൾക്ക് മൊബൈലിലൂടെ ലഭിക്കും. ആ സ്ലിപ്പിൽ 2 ഭാഗമുണ്ട്. ഒരു ഭാഗം ഇമെയിലും അതുപോലെ മൊബൈൽ നമ്പറും എഴുതിയിടണം. രണ്ടാമത്തെ ഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇമെയിലുമാണ്. അതനുസരിച്ച് ബന്ധപ്പെടാൻ രണ്ടാമത്തെ ഭാഗം വേണമെങ്കിൽ കയ്യിൽ വയ്ക്കാം. പിന്നെ ഒരു വരി കൂടി പറയുന്നു. ഈ ഫെബ്രുവരി മാസം 17-ാം തീയതി ശിവരാത്രിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരി എന്ന സ്ഥലത്ത് യൂസഫ് അലി കേച്ചേരിയുടെ വീടിൻ്റെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേന്ദ്ര ആസ്ഥാനത്ത് എല്ലാ വർഷവും പോലെ ഈ വർഷവും ശിവരാത്രി രാവിലെ 6 തൊട്ട് 10 വരെ വരുന്നവരെ കൊണ്ട് പിതൃപൂജ നടത്തിക്കാറുണ്ട്. കർക്കിടകത്തിലെ കർത്തവാവിന് 18,000 പേർക്ക് പിതൃകർമ്മം അവിടെ നടത്താറുണ്ട്. ഈ ശിവരാത്രിയുടെ അന്ന് പിതൃപൂജ നടത്താറുണ്ട്. വരണമെന്നുള്ളവർക്ക് വരാം. നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടേക്ക് എത്താൻ. അവിടെ തന്നെ ഏത് ബസ്സും ഇറങ്ങാം, അവിടെ നിന്ന് തന്നെ ഏത് ബസ്സും കയറാം. മഴുവഞ്ചേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ നോട്ടീസും അവിടെയുണ്ട്. അതുപോലെ അവസാനമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തൊഴുകയ്യോടെ നിങ്ങൾ ഇന്നു മുതൽക്ക് മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന മൃഗങ്ങളാണ് പശുവും കാളയും എരുമയും പോത്തും ആടും കോഴിയും. ഇതിൻ്റെ ജീവിതാവസാനം വരെ അത് മനുഷ്യന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതിൻ്റെ ചോരയും ഇറച്ചിയും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കരുത്. അത്രയും കാലം മനുഷ്യന് വേണ്ടി ജീവിച്ച ആ മൃഗത്തിൻ്റെ മൂക്ക് കയറും കയ്യും കാലും കൂട്ടിക്കെട്ടി പച്ചയ്ക്ക് കഴുത്തറുത്ത് കൈകാലിട്ടടിച്ച് അതനുഭവിക്കുന്ന വേദനയുടെ ശാപം നിങ്ങളുടെ തലയിൽ വരാതിരിക്കട്ടെ. മാംസാഹാരം ഒഴിവാക്കുക. 2, മദ്യം ഒഴിവാക്കണം. അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കാൻ ഏത് ജന്മത്തെ ആന ഗതികേട് ചെയ്തത്? ആന ഗതികേട് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഒഴിവാക്കണം. അറ്റ്ലീസ്റ്റ് ചങ്ങല അഴിപ്പിക്കണം. മതം പൊട്ടുള്ള ആനയാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുത്തരുത്. ആനയ്ക്ക് നല്ലോണം നടക്കാൻ അറിയാം. പാപ്പാൻ വെള്ളം അടിക്കുമെങ്കിൽ ആന വെള്ളം അടിക്കില്ല. അതുകൊണ്ട് അതുപോലെ അമ്പലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കണം.
അമ്പലത്തിന് ചുറ്റുമുള്ളവർക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലങ്സ് ക്യാൻസർ ഉള്ളത്. വെടിക്കെട്ടിലെ സെലീനിയം ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഈ ഓരോ കരയോഗത്തിലെ ജനങ്ങളും ഹൈന്ദവ ഐക്യത്തിനും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒരുമിച്ച് ചേരാൻ ആരെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാം. ജി സുകുമാരൻ നായർ അവിടെ ഇരുന്നുകൊണ്ട് പറയാനുള്ളത് പറയട്ടെ, തിരസ്കരിക്കേണ്ട, കേൾക്കുക. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. നമുക്ക് നമ്മുടെ ഓരോ യൂണിറ്റും സ്കൂളുകൾ തുടങ്ങണം, പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കട്ടെ. നമ്മുടെ ധർമ്മത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹായജ്ഞത്തിൽ ഓരോ അംഗങ്ങളും പങ്കെടുക്കണം. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നമ്മളുടെ മതത്തിലുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചതിക്കാതെ, വഞ്ചിക്കാതെ, പറ്റിക്കാതെ, അവഹേളിക്കാതെ അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിൻ്റെ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ പത്രത്തിലിടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, എൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതുപോലെ എൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കുണ്ടെന്ന് ഓർമ്മിക്കുക. ഇവിടെ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹായജ്ഞത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും ആരെങ്കിലും അപ്രകാരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി ആ യജ്ഞത്തെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ധന്യമായ ഈ വേദിയിൽ ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും അനുഗ്രഹാശിസുകൾ ജഗദീശ്വരൻ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം. പ്രഭാഷണം നടത്തിയ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ ആധ്യാത്മിക ബോധവൽക്കരണ പരിപാടിയുടെ നന്ദി പ്രകടനം നടത്തുന്നതിനായിട്ട് ഈ സ്കൂളിൻ്റെ മാനേജരായ ബാലകൃഷ്ണൻ ജി കുറുപ്പിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. ത്തെയും കുറിച്ച് അറിയുക എന്ന പ്രഭാഷണത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ശ്രീ കെ ജി പിള്ള അവർകൾ, ഉദ്ഘാടകനായ ശ്രീ അനിൽകുമാർ പി അവർകൾ, ഇന്നത്തെ പ്രഭാഷണം നടത്തിയ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവർകൾ, ആലപ്പുഴ NSS കരയോഗം നമ്പർ 3645 ചന്ദനക്കാവ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലും തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കൂടി സഹകരണത്താലും ഇന്നിവിടെ നടത്തിയ പ്രഭാഷണത്തിന് പങ്കെടുത്ത എല്ലാവർക്കും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ NSS കരയോഗം ചന്ദനക്കാവ് 3645 പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും, ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും, ചന്ദനക്കാവ് കരയോഗത്തിൻ്റെ പേരിലും, അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി.